ഞാനും അമ്മയും അമ്പും കൂടെ ഇന്ന് മില്ലിലേക്ക് കേട്ടോ വന്നേ. കുറേ ദിവസമായി പറയുന്നു അമ്മ കുറച്ച് കാപ്പിയുണ്ട്, അച്ചമ്മയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കാപ്പിയുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കുത്തിയിട്ട് വാ, നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഇന്ന് നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം എന്താക്കി കാപ്പി എടുത്ത് നേരെ മില്ലിലേക്ക് കേട്ടോ വന്നേ. അത്ര ദൂരമൊന്നുമില്ല കേട്ടോ മില്ലിലേക്ക് വരാൻ, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മില്ല്. മാത്രമല്ല ഈ മില്ലിന് എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ? ഒരുപാട് വർഷം പഴക്കമുള്ള മില്ലാട്ടോ. നെല്ലാണെങ്കിലും കാപ്പിയാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ആദ്യം പൊടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഗോതമ്പായാലും അരിയാണെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴാണ് അതില്ലാത്ത കേട്ടോ. ഇപ്പോൾ കാപ്പിയും നെല്ലും മാത്രമേ ഇവിടെ പൊടിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കുറേ പൊടി അടിച്ചു കേട്ടോ കുറേ. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നതാട്ടോ, ചുമയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ അമ്മ അവിടെ നിന്നു. അങ്ങനെ ഏകദേശം കുത്തി കഴിയാറൊക്കെ ആയിട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു. പൊടി പറ്റാത്തവർക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റൂല കേട്ടോ, അത്രയ്ക്ക് നല്ല പൊടിയാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അമ്പ് എനിക്കൊരു കാര്യം കാണിച്ചു തന്നു കേട്ടോ, റേഡിയോ കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ട് കാണുന്നതാണ് റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പം അധികം എവിടെയും കാണാറില്ല, അപൂർവങ്ങളിലാണ് ഓരോ വീട്ടിലൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ റേഡിയോ കേട്ടോ. അപ്പോൾ കുറേ വർഷം പഴക്കമുണ്ട്. അപ്പോൾ ചേട്ടൻ അതിന് അവന് പാട്ടൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ.